എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ICC T20 ലോകകപ്പ് 2026ന്റെ ഗ്രൂപ്പ് ഘട്ട പോരാട്ടങ്ങൾ ഇപ്പോൾ അതിന്റെ പാരമ്യത്തിലെത്തി. ആവേശത്തിന്റെ അങ്ങേയറ്റത്തെത്തിയിരിക്കുകയാണ്. ഓരോ മത്സരങ്ങൾ കഴിയുന്തോറും സൂപ്പർ 8ലേക്കുള്ള വഴിയിൽ അപ്രതീക്ഷിത ട്വിസ്റ്റുകളും ടേണുകളുമാണ് സംഭവിക്കുന്നത്. ഇന്നത്തെ വമ്പൻ പോരാട്ടങ്ങൾ അവസാനിച്ചപ്പോൾ പോയിന്റ് ടേബിളിൽ അക്ഷരാർത്ഥത്തിൽ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടായിരിക്കുകയാണെന്ന് പറയേണ്ടിവരും. പല വമ്പൻ ടീമുകളുടെയും കണക്കുകൂട്ടലുകൾ പിഴച്ചു തുടങ്ങിയിരിക്കുന്നു. ഇന്നത്തെ ദിവസം വെറുമൊരു മത്സര ദിവസമായിരുന്നില്ല, മറിച്ച് പല വമ്പൻ ടീമുകളുടെയും വിധി നിർണ്ണയിക്കുന്ന ദിവസമായിരുന്നു. ഗ്രൂപ്പ് എയിൽ നമ്മുടെ സ്വന്തം ടീം ഇന്ത്യ ആധിപത്യം തുടരുമ്പോൾ, ഗ്രൂപ്പ് സിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിന് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു ദുസ്വപ്നം പോലെ മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഏഷ്യ കപ്പിലെ പോലെ തന്നെ ഈ ലോകകപ്പിലും വലിയ അട്ടിമറികൾക്കാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. സൂപ്പർ 8ൽ കടക്കാനുള്ള യുദ്ധം ഇപ്പോൾ എത്രത്തോളം കടുപ്പമേറിയതായിട്ടുണ്ടെന്ന് വെച്ചാൽ, ഇനി ഒരൊറ്റ തോൽവി മതി ഏത് വലിയ ടീമിനെയും ലോകകപ്പിൽ നിന്ന് പുറത്തേക്ക് അയക്കാൻ. സമയമൊട്ടും കളയാതെ ഇന്നത്തെ മത്സരങ്ങൾക്ക് ശേഷം 4 ഗ്രൂപ്പുകളിലെയും അവസ്ഥ എന്താണെന്നും ഏതൊക്കെ ടീമുകളാണ് സൂപ്പർ 8ലേക്ക് കാലെടുത്തു വെച്ചിരിക്കുന്നതെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം തന്നെ ഗ്രൂപ്പ് എയിലെ കാര്യം നോക്കുകയാണെങ്കിൽ, ഇവിടെ ഏഷ്യൻ സിംഹങ്ങളായ ഇന്ത്യയും പാകിസ്ഥാനും തങ്ങളുടെ അധികാരം ചോദ്യം ചെയ്യപ്പെടാത്ത വിധം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ ടീം ഇപ്പോൾ ആത്മവിശ്വാസത്തിന്റെ ഏതോ ഒരു കൊച്ചുഗ്രഹത്തിലാണ്. അവർക്ക് മുന്നിൽ ഏത് ലക്ഷ്യവും ചെറുതായി തോന്നുന്നു. കളിച്ച 2 മത്സരങ്ങളിലും എതിരാളികളുടെ തന്ത്രങ്ങളെ കാറ്റിൽ പറത്തി അവരെ തകർത്തെറിഞ്ഞ് 4 അമൂല്യമായ പോയിന്റുകളുമായി ഇന്ത്യ 1ാം സ്ഥാനത്ത് രാജകീയമായി വാഴുന്നു. ഏറ്റവും ഭയപ്പെടുത്തുന്നതും എന്നാൽ നമുക്ക് അഭിമാനകരവുമായ കാര്യം ഇന്ത്യയുടെ നെറ്റ് റൺ റേറ്റ് ആണ്. 3.050 എന്ന മാന്ത്രിക സംഖ്യയിലെത്തി നിൽക്കുന്ന ഈ റൺ റേറ്റ് ഈ ഗ്രൂപ്പിലെ മാത്രമല്ല, ടൂർണമെന്റിലെ തന്നെ മറ്റേത് ടീമിനേക്കാളും ബഹുദൂരം മുന്നിലാണ്. തൊട്ടു പിന്നാലെ ചിരവൈരികളായ പാകിസ്ഥാനും ഒട്ടും മോശമല്ല. കളിച്ച 2 മത്സരങ്ങളിലും പ്രൊഫഷണൽ വിജയം നേടി അവരും 4 പോയിന്റുകൾ പോക്കറ്റിലാക്കി ഇന്ത്യക്ക് തൊട്ടു പിന്നിൽ 2ാം സ്ഥാനത്തുണ്ട്. എന്നാൽ അവരുടെ നെറ്റ് റൺ റേറ്റ് 0.932 മാത്രമാണ്. ഇത് ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ അല്പം കുറവാണ്. ഈ ഗ്രൂപ്പിൽ നെതർലൻഡ്സ് 2 പോയിന്റുമായി എങ്ങനെയെങ്കിലും ജീവൻ നിലനിർത്താൻ പാടുപെടുന്നുണ്ടെങ്കിൽ, USA, നമീബിയ എന്നീ ടീമുകളുടെ വിധി ഏതാണ്ട് കുറിക്കപ്പെട്ടു കഴിഞ്ഞു. 2 മത്സരങ്ങളും തോറ്റവർ പുറത്താകലിന്റെ വക്കിലാണ്. നിലവിലെ സമവാക്യങ്ങൾ വെച്ച് നോക്കിയാൽ ഇന്ത്യക്കും പാകിസ്ഥാനും സൂപ്പർ 8ലേക്കുള്ള വഴി ഒരു ഹൈവേ പോലെ തെളിഞ്ഞു കിടക്കുന്നുവെന്ന് നിസ്സംശയം പറയാം. ഇനി ഗ്രൂപ്പ് ബിയിലെ സങ്കീർണമായ കണക്കുകളിലേക്ക് വരാം. ഇവിടെയാണ് യഥാർത്ഥ അട്ടിമറി. ഏഷ്യൻ ചാമ്പ്യന്മാരായ ശ്രീലങ്കൻ ടീം ക്രിക്കറ്റ് പണ്ഡിതരെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് പോയിന്റ് ടേബിളിന്റെ തലപ്പത്ത് കൊടിനാട്ടിയിരിക്കുകയാണ്. കളിച്ച 2 മത്സരങ്ങളിലും വിജയം കൊയ്ത ലങ്കൻ സിംഹങ്ങൾ 4 പോയിന്റോടെ 1ാം സ്ഥാനത്ത് ഗർജിക്കുന്നു. അവരുടെ ഏറ്റവും വലിയ ആയുധം അവരുടെ നെറ്റ് റൺ റേറ്റ് ആണ്. 3.125 എന്ന ഞെട്ടിക്കുന്ന നിലയിലാണ് അവർ നിൽക്കുന്നത്. എന്നാൽ ഭയപ്പെടേണ്ട മറ്റൊരു ടീം അവിടെ പതുങ്ങിയിരിപ്പുണ്ട്, ഓസ്ട്രേലിയ. ടൂർണമെന്റിലെ ഏറ്റവും അപകടകാരികളായ അവർ കളിച്ച ഒരേ ഒരു മത്സരത്തിൽ തന്നെ വമ്പൻ ജയം നേടി 2 പോയിന്റുമായി 2ാം സ്ഥാനത്തുണ്ട്. ഓസ്ട്രേലിയയുടെ റൺ റേറ്റ് 3.350 ആണെന്നത് ശ്രീലങ്കയ്ക്ക് പോലും വലിയൊരു ഭീഷണിയാണ്. സിംബാബ്വെ ഒരു ജയവുമായി പ്രതീക്ഷ നിലനിർത്തുന്നുണ്ടെങ്കിലും അയർലൻഡ്, ഒമാൻ തുടങ്ങിയ ടീമുകൾക്ക് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു. അവരുടെ തിരിച്ചുവരവ് ഇനി ഹിമാലയം കയറുന്നതിനേക്കാൾ കടുപ്പമായിരിക്കും. സുഹൃത്തുക്കളെ, എന്നാൽ ഈ ലോകകപ്പിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഷോക്ക് നടക്കുന്നത് ഗ്രൂപ്പ് സിയിലാണ്. ലോക ക്രിക്കറ്റിലെ വമ്പന്മാർ തലയിൽ കൈവച്ചു പോയ നിമിഷം. ആതിഥേയരായ വെസ്റ്റ് ഇൻഡീസ് 4 പോയിന്റുമായി സുരക്ഷിതരായി 1ാം സ്ഥാനത്തിരിക്കുമ്പോൾ, യഥാർത്ഥ ദുരന്തം സംഭവിച്ചിരിക്കുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനാണ്. ടൂർണമെന്റ് തുടങ്ങും മുൻപേ കപ്പളിക്കുമെന്ന് കരുതിയ ഇംഗ്ലണ്ട് 2 മത്സരങ്ങളിൽ ഒരെണ്ണം ജയിക്കുകയും മറ്റൊന്ന് ദയനീയമായി തോൽക്കുകയും ചെയ്തതോടെ പോയിന്റ് ടേബിളിൽ 4ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? സ്കോട്ട്ലൻഡും ഇറ്റലിയും പോലുള്ള ചെറിയ ടീമുകൾ പോലും 2 പോയിന്റുകൾ വീതം നേടി ഇംഗ്ലണ്ടിന് മുകളിൽ നിൽക്കുന്നു. ഇംഗ്ലണ്ടിന്റെ നെറ്റ് റൺ റേറ്റ് -0.650 എന്ന ദയനീയ അവസ്ഥയിലാണ്. ഇനി വരുന്ന മത്സരങ്ങൾ വമ്പൻ മാർജിനിൽ ജയിച്ചില്ലെങ്കിൽ ലോക ചാമ്പ്യന്മാർ സൂപ്പർ 8 കാണാതെ നാണം കെട്ട് പുറത്താകുമെന്നത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഡു ഓർ ഡൈ അല്ല, അതിലും വലിയൊരു ജീവൻ മരണ പോരാട്ടമാണ് ഇനി വരാനിരിക്കുന്നത്. അവസാനമായി ഗ്രൂപ്പ് ഓഫ് ഡെത്ത് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഡിയിലേക്ക് നോക്കാം. ഇവിടെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. ന്യൂസിലൻഡും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ആധിപത്യ പോരാട്ടമാണ് നടക്കുന്നത്. കിവീസ് തങ്ങളുടെ ബുദ്ധിപൂർണ്ണതയോടെ 2 കളികളും ജയിച്ച് +1.919 റൺ റേറ്റുമായി 1ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ, ദക്ഷിണാഫ്രിക്ക 4 പോയിന്റും +1.425 റൺ റേറ്റുമായി നിഴൽ പോലെ കൂടെയുണ്ട്. എന്നാൽ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകകപ്പ് ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു. 2 മത്സരങ്ങളും തോറ്റവർ 3ാം സ്ഥാനത്ത് പകച്ചു നിൽക്കുകയാണ്. UAEയും കാനഡയും ഇതുവരെ അക്കൗണ്ട് തുറക്കാൻ പോലും സാധിക്കാതെ വിഷമിക്കുന്നു. നിലവിലെ ഫോം വെച്ച് നോക്കിയാൽ ന്യൂസിലൻഡും ദക്ഷിണാഫ്രിക്കയും തന്നെ സൂപ്പർ 8ലേക്ക് മാർച്ച് ചെയ്യുമെന്ന് ഉറപ്പാണ്.
ഈ ലോകകപ്പ് ഫോർമാറ്റ് ഏഷ്യ കപ്പിന്റെ ആവേശത്തെ ഓർമ്മിപ്പിക്കുന്നു. ഗ്രൂപ്പ് ഘട്ടം എന്ന ഈ അഗ്നിപരീക്ഷയ്ക്ക് ശേഷം ഓരോ ഗ്രൂപ്പിൽ നിന്നും വെറും 2 ടീമുകൾക്ക് മാത്രമേ സൂപ്പർ 8ലേക്ക് പ്രവേശനമുള്ളൂ. അവിടെ നിന്നങ്ങോട്ട് തെറ്റുകൾക്ക് മാപ്പില്ല. നിലവിലെ ഫോം വെച്ച് നോക്കിയാൽ ടീം ഇന്ത്യ അനായാസം മുന്നേറുമെന്ന് ഉറപ്പാണ്. എന്നാൽ യഥാർത്ഥ നാടകം നടക്കാൻ പോകുന്നത് ഗ്രൂപ്പ് സിയിലാണ്. ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും തമ്മിലുള്ള പോരാട്ടം ഒരു ലോകകപ്പ് ഫൈനലിനേക്കാൾ വലുതായിരിക്കും. സെപ്റ്റംബർ 28 നടക്കുന്ന ആ ചരിത്ര ഫൈനലിലേക്കുള്ള വഴി ഈ കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ലോകകപ്പ് ഫൈനലിൽ ആരൊക്കെ ഏറ്റുമുട്ടും? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ഡ്രീം ഫൈനൽ നമ്മൾ കാണുമോ? അതോ ഓസ്ട്രേലിയയും ന്യൂസിലൻഡും കപ്പ് കൊണ്ടുപോകുമോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ലോകകപ്പിലെ ഓരോ നിമിഷത്തെയും വാർത്തകൾക്കും വിശകലനങ്ങൾക്കും വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.